ഹായ് എവരിവൺ, ഇന്ന് ഞാൻ മറ്റൊരു പുസ്തകത്തിൻ്റെ റിവ്യൂ ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. 2020 കേരളത്തിൽ പബ്ലിഷ് ചെയ്യപ്പെട്ട വിജെ ജെയിംസിൻ്റെ നിരീശ്വരൻ. അപ്പോൾ നമുക്ക് കൂടുതൽ വിശദാംശങ്ങളോട്ട്, പുസ്തകത്തിൻ്റെ കൂടുതൽ ഉള്ളിലോട്ട് നമുക്ക് കടന്നു നോക്കാം. ക്ഷേത്രങ്ങൾ കൊണ്ട് നിറഞ്ഞിട്ടുള്ളൊരു ഗ്രാമം, പേര് ദേവത്തെരുവ്. ഒരു നാട്ടിൻപുറമാണത്. അന്നത്തെ അവനവൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കി ജീവിക്കുന്ന, അല്ലെങ്കിൽ വളരെയധികം നിഷ്കളങ്കരുള്ള നമ്മുടെ തനി നാടൻ നാട്ടിൻപുറം. കഥയിലെ പ്രധാന കഥാപാത്രങ്ങളായിട്ടുള്ള ആഭാസന്മാരുടെ നാടും ഇത് തന്നെയാണ്. ആഭാസന്മാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ആന്റണി, ഭാസ്കരൻ, സഹീർ. മറ്റു ആ നാട്ടിലുള്ള ആളുകളെ വെച്ച് നോക്കുമ്പോൾ, കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെയധികം ഈശ്വര നിഷേധികളായിട്ടുള്ള 3 പേരാണ് ഈ ഒരു ആന്റണിയും ഭാസ്കരനും അതുപോലെ തന്നെ സഹീറും. പോരാത്തതിന് ആ ഒരു യുവത്വത്തിന്റെ ചോരത്തിളപ്പും കൈമുതലായിട്ടുണ്ട് ഇവർക്ക്. നാട്ടിലെ സകലമാന അന്ധവിശ്വാസങ്ങളും, ഇല്ലാത്ത ഈശ്വരന് വലിയ രീതിയിലുള്ള സ്വീകരണവും വലിയ രീതിയിലുള്ള പ്രശംസയും എല്ലാം കൊടുക്കുന്നത് കണ്ടിട്ട് ഈ ഒരു 3 ആളുകളോടും ചേർന്നിട്ട് ഒരു വിപ്ലവാത്മകമായിട്ടുള്ള ഒരു തീരുമാനം അങ്ങ് എടുക്കുകയാണ്. ഈശ്വരനെ നേരിടാനായി മറ്റൊരു ഈശ്വരനെ അങ്ങ് സൃഷ്ടിക്കുക, നിരീശ്വരൻ. ഈശ്വരൻ എന്ന് പറയുന്ന ആ ഒരു ബിംബത്തിന്റെ പൊള്ളത്തരം മനസ്സിലാക്കാൻ വേണ്ടി ജനങ്ങൾക്കിടയിലേക്ക് മറ്റൊരു ഈശ്വരനെ കൂടി ഇറക്കി വിട്ടു കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും അവിടെ ഉണ്ടാവാൻ പോകുന്നത്? ആ പുതുതായിട്ട് കിട്ടിയിട്ടുള്ള ഈശ്വരനെ കൂടി ചേർത്ത് പിടിച്ച് ഭക്തിയുടെ മാർഗത്തിലൂടെ അങ്ങ് പോകുമോ, അതോ ഇതൊക്കെ വലിയ രീതിയിലുള്ള വങ്കത്തരമാണെന്ന് മനസ്സിലാക്കി നേരെ യുക്തിചിന്തയുടെ ഭാഗത്തിലോട്ട് പോകുന്നുണ്ടാവുമോ? വിജെ ജെയിംസിന്റെ നിരീശ്വരൻ എന്ന കൃതിയിലെ കഥാബിന്ദുവായിട്ടുള്ള ചോദ്യം ആണിത്. നിരീശ്വരവാദികളായിട്ടുള്ള ആഭാസന്മാരും അവരുടെ നിരീശ്വര പ്രതിഷ്ഠയും, നാട്ടിൽ അതിനുശേഷം നിരീശ്വരൻ കൊണ്ടുവരുന്ന അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങളും, ദേവതെരുവിൽ നിന്നും ആഭാസ തെരുവിലേക്കുള്ള നാടിന്റെ മാറ്റവും, വിശ്വാസികളായ നാട്ടുകാരും അവരുടെ അന്ധവിശ്വാസങ്ങളും, ഗവേഷണത്തിനായി നാട്ടിലേക്ക് എത്തുന്ന റോബർട്ടോ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനും, നാട്ടിലെ ജനകീയ വേശിയായിട്ടുള്ള ജാനകിയും അവരുടെ ഒത്തുചേർന്നുള്ള ഗന്ധഗവേഷണവും, ആഭാസന്മാരെന്ന പേരിൽ നിന്നും തീവ്രവാദികൾ എന്ന പേരിലേക്ക് ആന്റണിയുടെയും ഭാസ്കരന്റെയും സഹീറിന്റെയും യാത്രയും, അങ്ങനെ ആകമാനം സംഭവ ബഹുലമാണ് നിരീശ്വരൻ. അവിശ്വാസികൾ സ്ഥാപിച്ചൊരു നിരീശ്വര ദൈവം വിശ്വാസികളുടെ മനസ്സിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് സ്ഥാനം പിടിക്കുന്നതും പിന്നീട് അവരുടെ തന്നെ കാണപ്പെട്ട ദൈവമായി മാറുന്നതിന്റെയും ആ ഒരു രസകരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടുള്ള ഒരു രസകരമായിട്ടുള്ള കഥയാണ് ഈ നിരീശ്വരൻ എന്ന് പറയുന്നത്. കഥ തുടങ്ങി അവസാനിക്കും വരെ നമ്മളും ഈ പറയുന്ന ദേവത്തെരുവിന്റെ ഭാഗമാവുമെന്നതിലും അതിലൂടെയുള്ള ഒരു യാത്ര നമുക്ക് സാധ്യമാവുമെന്നതിലും യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. അപ്പോൾ ഇത്ര നേരം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് വിജെ ജെയിംസിന്റെ കേരള സാഹിത്യ അക്കാദമി അവാർഡൊക്കെ വാങ്ങിയിട്ടുള്ള നിരീശ്വരൻ എന്ന് പറയുന്ന നോവലിനെ കുറിച്ചാണ്. വളരെ ചെറിയ ഒരു നോവലാണ് നിരീശ്വരൻ. അതിനകത്ത് ആഭാസന്മാരെന്ന് പറയുന്ന കുറച്ച് ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. അത് അവരും ആ നാട്ടുകാരും നിരീശ്വരവാദം അതുപോലെ തന്നെ ഈശ്വരവാദം എന്നൊക്കെ പറയുന്ന ഒരുപാട് സാമൂഹ്യപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉൾച്ചേർത്തുകൊണ്ടാണ് ഈ ഒരു നോവൽ എഴുതപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു കണ്ടന്റാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ വായിക്കാൻ വിചാരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും വിജെ ജെയിംസിന്റെ നിരീശ്വരൻ നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. നമുക്കപ്പോൾ മറ്റൊരു പുസ്തകമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.